ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2202. ഇന്ന് ജനുവരി മാസം 10-ാം തീയതി. മനസ്സിനൊരു ശാന്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുനാഥന്റെ അടുത്തെത്തിയത് ഒരു പരിഹാരത്തിനാണ്. പുഴയിലേക്കാണ് ഗുരുനാഥൻ കൊണ്ടുപോയത്. നോക്ക്, പുഴയിൽ എന്താണ് നീ കാണുന്നത്? അവൻ നോക്കിയിട്ട് പറഞ്ഞു, വെള്ളത്തിൽ എൻ്റെ രൂപം കാണുന്നു. ഗുരുനാഥൻ ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്കിട്ടു. ഇപ്പോൾ എന്താ നീ കാണുന്നേ? ചിതറിപ്പോയ എന്നെ കാണുന്നു. വെള്ളം ശാന്തമാകും വരെ കുറേ നേരം അവരവിടെ നിന്നു. ശാന്തമായി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇപ്പോഴോ? വീണ്ടും പഴയതുപോലെ എന്നെ കാണുന്നു. നോക്ക്, ആ വെള്ളം നിന്റെ മനസ്സാണ്. അലകൾ വരും, ചിന്തകൾ കല്ലുകളായി നിന്റെ മനസ്സിനെ ആകെ അശാന്തമാക്കും. ഏകാഗ്രതയിലേക്ക് തിരികെ വന്നേ മതിയാവും. ഒരേ ഒരു ദൈവിക വിചാരത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കണം. പതുക്കെ ഉള്ളിലെ തിരമാലകളൊക്കെ ശാന്തമാകും. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ശാന്തത അതാണ്. നമ്മുടെ ഭാരങ്ങളെയെല്ലാം തൂക്കിയിടാനായിട്ടൊരു ചില്ല കിട്ടുന്നത് പോലെയാണ്. പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാവും. ഒന്നിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. ധൈര്യത്തോടെ നേരിടുക എന്ന് മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെടുന്ന നമ്മുടെ ഏകാഗ്രതയെ തിരിച്ചു പിടിക്കണ്ടേ? കുറെ കൂടി ഏകാഗ്രതയിലാകുക എന്നതാണ് ക്രിസ്തുയേശു എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇടർച്ചകളിലും വീഴ്ചകളിലും പെട്ട് കുതറിപ്പോവുക ഒരു പരിധിവരെയും സ്വാഭാവികമാണ്. അങ്ങനെ ദുഃഖങ്ങളിൽ ചിതറിപ്പോവുകയാണ്. പാവം എന്ന അർത്ഥമുള്ള ഇംഗ്ലീഷ് വാക്കിന് അതിൻ്റെ ഹീബ്രു ഭാഷയിലെ വാക്കിന് അർത്ഥം എന്നറിയോ? അമ്പ്, അസ്ത്രം. അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. അപ്പൊ പാപങ്ങൾ മനസ്സിന്റെ ഏകാഗ്രതയാണ് തെറ്റിച്ചു കളയുന്നത്. സങ്കടങ്ങളോ മനസ്സിന്റെ ആരോഗ്യത്തെയാണ് താറുമാറാക്കുന്നത്. ഇത്തിരി പോകുന്ന മനസ്സിന് താങ്ങാനാവാത്ത ഭാരങ്ങൾ ജീവിതം തന്നേക്കാം. നിങ്ങൾ മറച്ചു വെക്കുന്നത് എന്താണോ അതാണ് ശരിക്കുള്ള നിങ്ങൾ എന്ന് പറയാറില്ലേ? ആരും കാണാത്ത ഒരു നമ്മളുണ്ട്, ആർക്കും അറിയാത്ത ഒരു നമ്മളുണ്ട് നമ്മുടെ ഉള്ളിൽ. കുറെ കൂടി നമുക്ക് ഈ അലകളെയൊക്കെ നടക്കി കുതറി ചെതറി ഓടുന്ന വ്യാകുലതകളെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് യേശു സന്നിധിയിൽ മിഴിപൂട്ടിയിരിക്കാനായിട്ട് ഒന്ന് പരിശീലിക്കാം. അതൊരു വലിയ പ്രാർത്ഥനയാണ്. അവിടെ പതിയെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ബോധ്യപ്പെടും. ഒപ്പം കാവലായിട്ട് നമ്മളെങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹാനുഭവം ഉണ്ടെന്ന് തിരിച്ചറിയും. അതിൻ്റെ പേര് യേശു എന്നാണ്. ആമേൻ.